ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലെ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കാൻ മെറ്റ പിഴയായി $17 ബില്യൺ നൽകാനും കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കാനും ധാരണയായതായി US അറ്റോർണി ജനറൽ അറിയിച്ചു. കൗമാരക്കാരെ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഫീച്ചറുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തെന്നതാണ് മെറ്റയ്ക്കെതിരെയുള്ള ആരോപണം. ഇതുമൂലം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചെന്നാരോപിച്ച് അമേരിക്കയിലെ 47 സംസ്ഥാനങ്ങളാണ് മെറ്റയ്ക്കെതിരെ കേസെടുത്തത്. 2023 കാലിഫോർണിയ, കൊളറാഡോ, കെന്റക്കി, ന്യൂജേഴ്സി തുടങ്ങിയ 29 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട കേസാണ് ഇപ്പോൾ മെറ്റ $17 ബില്യൺ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ആസക്തി, കുട്ടികളുടെ സുരക്ഷ, ഇൻസ്റ്റഗ്രാം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നത്. കേസ് തീർപ്പായാൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ദിവസേന ഉപയോഗിക്കാവുന്ന സമയത്തിന് പരിധി ഏർപ്പെടുത്തും. കുട്ടികൾക്കുള്ള ഉപയോഗത്തിന് ഇടവേളകൾ നിർബന്ധമാക്കുകയും ചെയ്യും. സ്കൂൾ സമയത്ത് പുഷ് നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുകയും പ്രായം സ്ഥിരീകരിക്കുന്നതിനുള്ള ശക്തമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതായി വരും. ഭീഷണികൾ, നല്ലതല്ലാത്ത ഭക്ഷണശീലങ്ങൾ, സ്വയം ഉപദ്രവിക്കൽ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹാനികരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ കണ്ടന്റ് നിയന്ത്രണങ്ങളും നടപ്പാക്കും. മാതാപിതാക്കൾക്ക് കൂടുതൽ ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളും പോസ്റ്റുകൾക്ക് എത്ര ലൈക്കാണെന്ന് കാണിക്കുന്ന ഫീച്ചറുകൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. 2025 മെറ്റയുടെ $201 ബില്യൺ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ $17 ബില്യൺ ഒത്തുതീർപ്പ് തുക അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ 13 വയസ്സിന് താഴെയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചതിലൂടെ ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചെന്നും മെറ്റയ്ക്കെതിരെ ആരോപണമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.